ഹലോ മൈ ഡിയേഴ്സ്. കുറേ ആളുകൾ എന്നോട് മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട്, ഡി എമ്മിനെ രാത്രി സ്വപ്നം കണ്ടു, ഡി എം അടുത്ത് വരുന്നു, പൂ തരുന്നതായിട്ട് കണ്ടു, അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് വളരെയധികം ഇന്നർ പീസ് അനുഭവപ്പെടുന്നുണ്ട്. ഇതൊക്കെ സോൾ മെർജിങ്ങിന്റെ ലക്ഷണങ്ങളാണോ? ഇന്നർ യൂണിയൻ നടന്നോ എന്ന് എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോൾ മെർജിങ് നടന്നതിന്റെ പ്രധാനപ്പെട്ട സയൻസ് ആണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ എനർജറ്റിക് അലൈൻമെന്റ് സംഭവിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ കൗണ്ടർ പാർട്ടിന്റെ ഫിസിക്കലി ഉള്ള എല്ലാ അവസ്ഥകളും നിങ്ങളുടെ ശരീരത്തിലും റിഫ്ലക്ഷൻ ചെയ്യപ്പെടും എന്നുള്ളതാണ്. പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടുകയോ പെട്ടെന്ന് ഉണ്ടാകുന്ന ചൂടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു തണുപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ലാതെ നിങ്ങളുടെ ശരീരത്തിലും അനുഭവപ്പെടുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ചക്രാസിന്റെ ഉണർവാണ്. ഹാർട്ട് ചക്രയിലോ സോളാർ പ്ലക്സസിലോ ഒരു പ്രത്യേക സ്പന്ദനം, ഒരു മിടിപ്പ്, അതല്ലെങ്കിൽ ഒരു എനർജിയുടെ ഫ്ലോ ഒക്കെ അനുഭവപ്പെടുന്നത് ആത്മാക്കൾ തമ്മിലുള്ള ലയനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ കുറച്ചു കാലമായിട്ട് ചക്ര ആക്ടിവേഷൻ ഒക്കെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ചക്ര ബാലൻസിങ് ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഒരു ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകിച്ചുള്ള ഒരു പർട്ടിക്കുലർ ഒരു എനർജി ഫ്ലോ അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് കാലമായിട്ട് ബീച്ച് മന്ത്രാസ് ഒക്കെ ചെല്ലുന്നുണ്ടാകും. ഓരോ ചക്രയും ആക്ടിവേറ്റ് ആയാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ സയൻസ് ഒക്കെ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാം. ഇനിയൊരു സൈനാണ് വളരെയധികം ടെലിപ്പതി കണക്ഷനും ഇൻഡ്യൂഷനും വർദ്ധിക്കുമെന്നുള്ളത്. ഈ ചിന്തകളുടെയൊക്കെ ഒരു ഷെയറിങ് നടക്കും. അതായത് അവരെന്ത് ചിന്തിക്കുന്നോ അല്ലെങ്കിൽ അവരെന്ത് അടുത്തതായിട്ട് പറയാൻ പോകുന്നോ അതൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുമായിട്ട് റെസണേറ്റ് ചെയ്ത അനുഭവം വന്നവർക്ക് മാത്രമാണ് ഇത് അറിയുക. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ വേറെ പല കാര്യങ്ങളും സോൾ മെർജിങ്ങിന്റെ സയൻസ് ആയിട്ടൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി ഇമോഷൻസിന്റെ ഒരു റിഫ്ലക്ഷൻ എന്താണെന്ന് നോക്കാം. പെട്ടെന്ന് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ലാതെ നിങ്ങളുടെ ഹീലിംഗ് ജേണി ഒരു 5-6 മാസമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്, നിങ്ങൾ കാമാണ്. അപ്പോൾ ഒരു റീസണും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാകുന്നുള്ളൊരു സങ്കടം അല്ലെങ്കിൽ സന്തോഷം, ഇതൊക്കെ നിങ്ങളുടെ കൗണ്ടർ പാർട്ടിൻ്റെതാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഒരു ഇമോഷൻ നിങ്ങളുടേതല്ലെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം നിങ്ങൾ കുറച്ച് കാലമായിട്ട് നിങ്ങളുടെ ബ്രെയിൻ കാം എന്നുള്ള പാറ്റേൺ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകും. അപ്പോൾ പ്രത്യേകിച്ച് ട്രിഗറിങ് ഇൻസിഡൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് സങ്കടമോ സന്തോഷമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് പാർട്ട്ണറുടെ ഇമോഷൻസ് പിക്ക് ചെയ്യുകയാണ്. അത് സോൾ മെർജിങ് നടന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിച്ചിട്ട് നിങ്ങൾ സോൾ മെർജ് ആയി എന്ന് പറഞ്ഞു വരരുത്. ആൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് നോക്കുക. അടുത്തതായിട്ട് പറയാവുന്ന ഒന്നാണ് സെൻസ് ഓഫ് വൺനെസ് എന്ന് പറയും. അതായത് ഞാൻ നീ എന്നിട്ടുള്ള വേർതിരിവ് അല്ലെ ബൗണ്ടറീസ് ഒക്കെ മാറിയിട്ട് നമ്മൾ ഒന്നാണ് എന്നുള്ള ആഴത്തിലുള്ള ബോധം ഉണ്ടാകുന്നു. അവരെ മറ്റൊരു വ്യക്തി, വേറൊരു ബോഡിയിലുള്ള മറ്റൊരു വ്യക്തിയായിട്ട് കാണുന്നതിന് പകരം നിങ്ങളുടെ തന്നെ ഭാഗമായിട്ട് തോന്നി തുടങ്ങും. അതായത് ഇപ്പൊ ഡി എമ്മിന് കർമ്മയുണ്ട്, കാർമിക് പാർട്ട്ണർ ഉണ്ട്, പലരും വിഷമിക്കുന്നുണ്ട് അല്ലെ, കർമ്മിക് പാർട്ട്ണർ ഉണ്ട്. അത് എപ്പോഴാണ് കർമാസൊക്കെ തീരാൻ? ആക്ച്വലി ഡി എം ചെയ്യുന്ന നിങ്ങളുടേത് തന്നെ കർമ്മകളും കൂടിയാണ് തീർക്കുന്നത്. കാരണം നമ്മളൊരു സോളിന്റെ ഭാഗമാണല്ലോ. അപ്പൊ ആ ഒരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴാണോ വരുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എൻ്റെ ഫാമിലി അല്ലെങ്കിൽ ഡി എമ്മിന്റെ ഫാമിലി അങ്ങനത്തെ ബോധമൊന്നുമില്ല. നമ്മൾ ഒന്നാണ്, ഡി എമ്മിന്റെ കർമ്മ എന്താണ്, നമ്മുടെയും കർമ്മയാണ് എന്നുള്ള ഒരു തോട്ട് വരുന്നു. അപ്പം ഒരു വൺനെസ്, ഞാൻ നീ എന്നുള്ള ഒരു ചിന്തയൊന്നുമില്ല. അപ്പോൾ അവരെ മറ്റൊരു വ്യക്തിയായിട്ട് കാണുന്നതിന് പകരം നമ്മുടെ തന്നെ മറ്റൊരു ഭാഗമായിട്ടാണ് തോന്നി തുടങ്ങുക. അത് വേറൊരു വ്യക്തിയല്ല, നമ്മുടെ ഒരു പാർട്ടാണെന്നുള്ള ഒരു തോട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ ഇന്നറിലുള്ള ഒരു പ്രസൻസ് എന്തൊക്കെയായിരിക്കും നോക്കാം. അവർ ഫിസിക്കലി നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും അവരെപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുള്ള ഒരു സമാധാനവും ധൈര്യവും ലഭിക്കുന്നു. അപ്പോൾ ഇത് സെപ്പറേഷൻ പെയിനെ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ യൂണിയൻ യൂണിയന് വേണ്ടിയ മെഡിറ്റേഷൻസ് ഒക്കെ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. യൂണിയൻ കോൺഷ്യസ്നെസ് ലഭിക്കുന്ന. അപ്പം അങ്ങനെ നമ്മളൊരു കാര്യം ഉണ്ട് അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ ഒരിക്കലും സെപ്പറേഷൻ കോൺഷ്യസ്നെസ് കൊണ്ടുവരരുത്. അവിടെ യൂണിയൻ കോൺഷ്യസ്നെസ് ആണ്. സോൾ മെർജ് ചെയ്താലും അല്ലെങ്കിലും ഒക്കെ നിങ്ങൾ കോൺഷ്യസ്ലി നിങ്ങൾ ഒന്നാണ്. ഇപ്പം എൻ്റെ കൂടെ ഡി എം ഉണ്ട്, എൻ്റെ കോൺഷ്യസ്നെസ്സിൽ ലെവലിൽ ഡി എഫ് എനർജിയും ഡി എം എനർജിയും ഉണ്ട്. ഡി എം മറ്റൊരു വ്യക്തിയല്ല, സോൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന് തോട്ടിൽ ഇങ്ങനെ കൂടുതൽ ചിന്തിക്കുമ്പോൾ, അത് ഉറപ്പിക്കുമ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് സെപ്പറേഷൻ പെയിൻ വളരെയധികം കുറയുന്നതായിട്ട് കാണാം. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്തിക്കോട്ടെ. നമ്മുടെ ചാനലിൽ ഡി എം ഡി എഫ് കമ്പൈൻഡ് കൗൺസിലിംഗ് അവൈലബിൾ ആണ്.
നിങ്ങൾക്ക് ഒരു DM സംസാരിക്കണം, അല്ലെങ്കിൽ DM എപ്പോഴും ഓർക്കാറുണ്ടോ, മിസ് ചെയ്യാറുണ്ടോ DFനെ, അല്ലെ DF എന്ത് ചെയ്താലാണ് DM അവേക്കനിങ് ആകുക തുടങ്ങിയിട്ട് ധാരാളം കാര്യങ്ങൾ ഒരു DM നേരിട്ട് ലൈവ് ചാറ്റിലൂടെ നിങ്ങൾക്ക് സംസാരിക്കണം. അതായത് DF ഞാനും ഉണ്ടാകും. അപ്പോൾ ആ രീതിയിൽ ഒരു ലൈവായിട്ട് സൂമിലൂടെ നിങ്ങൾക്കൊരു കൗൺസിലിംഗ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനലിനെ സമീപിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇതിന് മുന്നേ 1-2 വീഡിയോ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ ഇട്ടിരുന്നു. അപ്പം അത് ബോധപൂർവം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആക്കിയതാണ്. റെക്കോർഡ് ചെയ്യുന്ന വ്യക്തിക്ക് അറിയായിരുന്നു ഇത് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത്. സോ കൗൺസിലിങ്ങിൻ്റെ വിവരങ്ങൾ 100% രഹസ്യമായിരിക്കും. അപ്പോൾ കൗൺസിലിങ്ങിന് വരുന്ന വ്യക്തികളുടെ വിവരങ്ങളും കൗൺസിലിംഗ് വിവരങ്ങളും അതിൻ്റെ ഒരു എത്തിക്സ് ഉണ്ട്, ഒരിക്കലും പുറത്തു വിടാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു എത്തിക്സ് പ്രകാരം 100% സേഫ് ആയിരിക്കും. സോ നിങ്ങൾക്ക് DF കൗൺസിലിംഗ് ആവശ്യമുള്ള ആളുകൾ, താല്പര്യമുള്ള ആളുകൾ സമീപിക്കുക. ഇനി ഒന്ന് വന്നിട്ടുള്ളത് മിററിംഗ് ലൈഫ് ഈവൻറ്റ്സ് എന്ന് പറയാം. അതായത് ജീവിതത്തിലെ മാറ്റങ്ങൾ രണ്ടുപേർക്കും ഒരുപോലത്തതായിട്ട് മാറും. ഒരേ സമയം ഒരു തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടും. ഒരാളെ കാലും പൊട്ടിയാലും മറ്റാളെയും കാല് പൊട്ടും, അതുപോലെ ഓരോന്ന്. ഒരേപോലുള്ള തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം. നിങ്ങളുടെ ഇന്നർ വർക്ക് അല്ലെങ്കിൽ ഹീലിംഗ് നടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലും കാണും എന്നുള്ളതാണ്. നിങ്ങൾ പ്രോഗ്രസ് ആവുന്തോറും DM നിൽക്കുന്ന നിലയിൽ നിന്ന് പതുക്കെ പ്രോഗ്രസ് ആയിട്ട് മാറുന്നത് നോട്ട് ചെയ്തിട്ടുണ്ടോ? അടുത്തതായിട്ട് പറയാൻ പറ്റുന്നത് ഇന്നർ പീസ് കൈവരുന്നുള്ളതാണ്. അപ്പോൾ ആ കൗണ്ടർ പാർട്ടിനെ സ്വന്തമാക്കണം എന്ന വാശി, ചേസർ എനർജി അല്ലേ, അല്ലെങ്കിൽ അവരെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഫിയർ, അബാൻഡമെന്റ് ഇഷ്യൂ, ഇതിനൊക്കെ പകരം നിങ്ങൾ തന്നെ പൂർണ്ണരാണെന്ന ഇന്നർ യൂണിയൻ സംഭവിച്ചു എന്നുള്ള അവസ്ഥയിലേക്ക് മനസ്സ് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ഒരു പ്രോസസ്സ് സാധാരണയായിട്ട് നടക്കുന്നത് ഷാഡോ വർക്ക്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നിവയിലൂടെ നിങ്ങളെ തന്നെ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ്. അപ്പം നമ്മൾ പലരും ഇന്നർ വർക്ക് എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ പ്രാക്ടീസ് മാത്രമാണ്. രാവിലെ എണീക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, യോഗ ചെയ്യുന്നു, പ്രാണായാമം ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെയുള്ള പിന്നെ സ്പിരിച്വൽ പ്രാക്ടീസുകൾ മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഹീലിംഗ് എന്ന് പറയുമ്പം നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ വൂണ്ടുകളെയും, ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇന്നർ ചൈൽഡ് ഹീലിംഗ് വേണം, അതുപോലെ ഷാഡോസിനെ തിരിച്ചറിഞ്ഞ് അതിനുള്ള ഹീലിംഗ് വേണം. അപ്പോൾ ഇത്തരം സ്റ്റെപ്പുകളിലൂടെ ഒക്കെ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക, ഒരു പിന്നെ സോൾ മെർജിങ് നടന്നു എന്നുള്ളത് ഉറപ്പാക്കാൻ പറ്റുക. അല്ലെങ്കിൽ സോൾ മെർജിങ്ങിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഒരു നിലം പാവുക എന്നൊക്കെ പറയില്ലേ. അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ സോൾ മെർജിങ് ആണോ നടന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇനി പറയുന്ന ലക്ഷണങ്ങളിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലേ. അപ്പം അതിലിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് ഏതാണ് എന്ന് നിങ്ങൾ കമൻ്റ് ഇടുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. കുറേ സൈൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സൈന് നിങ്ങൾക്ക് ഉണ്ടെന്ന് കരുതി ഞാൻ ഇങ്ങനെയാണ് എൻ്റെ സോള് മെർജ് ചെയ്തു എന്നൊന്നും പറഞ്ഞ് ആരും വരരുത്. കുറേ കാര്യങ്ങളെങ്കിലും ഇതിൽ പറഞ്ഞതുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഇത്രയും തീവ്രതയോടെ അല്ലെങ്കിൽ ചെറിയ അളവിലെങ്കിലും ഈ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ ലക്ഷണങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് ഏതാണോ അത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് പോസ്റ്റിലൂടെയും മറ്റും ചർച്ച ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ സോൾ മർജിങ് സംഭവിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് തലേ ദിവസം വരെ എപ്പോഴാണ് എനിക്ക് സംഭവിക്കുക എന്നുള്ള ആങ്സൈറ്റിയോടുകൂടി നിങ്ങൾ ഇരിക്കരുത്. അത് സംഭവിക്കേണ്ടതാണെങ്കിൽ സംഭവിക്കും. നിങ്ങൾ തന്നെയാണ് അതിനെ ഡിലേ ആക്കുന്നത്. സോ വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. ഇനിയൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ ആകാശിക് റെക്കോർഡ് റീഡിങ്സ് അവൈലബിൾ ആണ്. ഹയർ സെൽഫ് നിങ്ങളുമായിട്ട് ഈ ജേർണിയെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ, കരിയർ ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ് തുടങ്ങിയിട്ടുള്ള, അതല്ലെങ്കിൽ ഹീലിംഗ് എവിടെ വരെ ആയി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആകാശിക് റെക്കോർഡ്സിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കിത്തരാൻ സാധിക്കുന്നതാണ്. ഇന്നർ ചൈൽഡ് ഹീലിംഗ്, സോൾ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുള്ള ധാരാളം ഹീലിംഗ് സെഷനുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവരെ സമീപിക്കുക. താങ്ക് യു.